Hi students, welcome to IIT'ians STEM Genius Chemistry classes. Chemistry 10th standard state syllabus ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്റർ. ഇതേ ചാപ്റ്റർ CBSEയിലും പഠിക്കാനുണ്ട്. ഞാൻ ഇവിടെ 10th സ്റ്റേറ്റ് സിലബസ് വെച്ചിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ കാരണം കുറച്ചുകൂടെ കണ്ടൻറ് റിച്ച് ആയിട്ടുള്ളത് സ്റ്റേറ്റ് സിലബസിലാണ്. പ്രത്യേകിച്ചും ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റേറ്റ് സിലബസിലാണ് ഡീൽ ചെയ്യുന്നത്. മോഡേൺ അറ്റോമിക് തിയറി അനുസരിച്ചുള്ള സബ്ഷെൽ കൺസെപ്റ്റും ഓർബിറ്റൽ കൺസെപ്റ്റും പറയുന്നത് സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ഡെപ്തിലേക്ക് പോകണമെങ്കിൽ, ഈ ഒരു ഭാഗം ഡെപ്തിലേക്ക് പോകണമെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതുപോലെ പീരിയോഡിക് ടേബിൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് സിലബസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഒപ്പം തന്നെ CBSEയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡീൽ ചെയ്യും. രണ്ടും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുക. പക്ഷെ ഞാൻ ഇവിടെ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ അത് 10th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് സിലബസ് മെറ്റീരിയലാണ്. എന്നാൽ CBSEയിൽ പറയുന്ന എല്ലാ പ്രോബ്ലംസും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡീൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോണത് ഒന്ന് പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ്. പീരിയോഡിക് ടേബിൾ ശരിക്കും നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് അറിയണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേര് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എന്നൊക്കെ പറയും. ഓക്കെ, അത് ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ആക്ച്വലി ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. അതൊരു പ്രത്യേകമായ അറേഞ്ച്മെൻ്റ് ആണ്. അതിന് ചില റൂൾസ് ഉണ്ട് അത് ഫില്ല് ചെയ്യാൻ. അതേപോലെ എലമെൻറ്റുകൾ, മൂലകങ്ങൾ നമ്മൾ പ്രത്യേകമായൊരു ഓർഡറിൽ നമുക്കൊരു ടേബിളിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അറേഞ്ച്മെൻറ്റുകളാണ്. പ്രത്യേകം ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്യുന്നതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നമുക്ക് പറയാം. അതേപോലെ എലമെൻറ്റുകളെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് പീരിയോഡിക് ടേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു പ്രത്യേകമായ അറേഞ്ച്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ ഒന്ന് പറയാനുള്ളത്, ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഒരു കാര്യം, നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് 1 മുതൽ 30 വരെ 1 to 30 എലമെൻറ്റുകളുടെ അറ്റോമിക് നമ്പറുകളുടെ ഓർഡറിൽ തന്നെ നിങ്ങൾ എലമെൻറ്റുകളെ പഠിച്ചിരിക്കണം. എലമെൻറ്റുകളുടെ പേരും അതിൻ്റെ അറ്റോമിക് നമ്പറും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും മിക്കവാറും ആളുകൾ. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾ പഠിച്ചെടുക്കണം. 1 to 30 എലമെൻറ്റുകൾ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇത് വർക്കൗട്ട് ചെയ്താലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഒന്നായിട്ട് കേട്ടതിന് ശേഷം പഠിക്കാം എന്നത് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ കാര്യങ്ങൾ എഴുതണം. ഓക്കെ, let's begin with the history of atom. In 1803, John Dalton proposed a model of atom. His model is called a Dalton's model. And J.J. Thomson, a very famous scientist, he discovered electron. After the discovery of electron, he proposed another model called Thomson's model or plum pudding model of atom. Rutherford came with another model of atom called Rutherford model of atom. He put forward the model after his very famous experiment called alpha ray scattering experiment or gold foil experiment. Next model, Bohr model of atom. Niels Bohr modified the atomic model. His model is called the Bohr model of atom. And now we have modern theory of atom or quantum mechanical model of atom proposed by Schrödinger, scientist Erwin Schrödinger. Okay, these are the models of atom. Okay, ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെല്ലാം. അത് ജസ്റ്റ് റിമൈൻ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ.
ഓക്കെ, ഇതിൽ ഇപ്പോൾ നമ്മൾ ഒരു മോഡലിൽ നിന്ന് മറ്റൊരു മോഡലിലേക്ക് ഒരുപാട് ചേഞ്ച് വരുന്നതിൽ കാണാൻ പറ്റും. ഇതിൽ ചിത്രങ്ങളുടെ അല്ലേ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, ഒരുപാട് ഇത് ഒക്കെ വ്യത്യസ്തമായ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മെയിനായിട്ടുള്ള ഓരോ മോഡലിൻ്റെയും കാര്യങ്ങൾ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് പോകാം. ഇപ്പോൾ ഡാൾട്ടൺ മോഡലിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിൻ്റ് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ എന്ന പോയിൻ്റാണ്. ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അനേബിൾ ടു ബി ഡിവൈഡഡ് അല്ലെങ്കിൽ അൺകട്ടബിൾ എന്നൊക്കെയാണ് എൻ്റെ മീനിങ് പറയാം. ഓക്കെ, ഇൻഡിവിസിബിൾ എന്ന് പറയാം. ഇൻഡിവിസിബിൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആറ്റത്തെ നമുക്ക് വീണ്ടും മുറിക്കാൻ പറ്റില്ല. ആറ്റമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. അതിന് നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തിരുന്നത്. ഓക്കെ, അതിനുശേഷം ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകളുണ്ട് എന്ന് ജെ തോംസൺ കണ്ടെത്തുകയാണ് ചെയ്തത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് സ്റ്റഡി ഉണ്ട്. അത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഇലക്ട്രോണുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള മോഡലിനെ പറയുന്ന പേര് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ്. പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഒരു പ്ലം പുഡിംഗ് പോലെയാണ് ആറ്റം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഈ ഇലക്ട്രോണുകൾക്കൊരു പ്ലം പോലെ കുറേ പ്ലംസ് ഇലക്ട്രോണുകൾ ഇവിടെ ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഫിയറിനകത്ത് കുറേ ഇലക്ട്രോണുകൾ ഇങ്ങനെ നിറച്ച് എംബഡ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ, തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇലക്ട്രോണുകൾ ഡിസ്കവറിയാണ് ഈ ഒരു മോഡലിലേക്ക് അദ്ദേഹത്തെ ലീഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത മോഡൽ. രണ്ടാമത്തെ മോഡൽ തോംസൻ്റെ മോഡലാണ്. ഇവിടെ നിന്നാണ് ആദ്യമായി ഇലക്ട്രോണുകൾ എന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് തോംസനാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഇലക്ട്രോണുകൾ കണ്ടെത്തിയത്, നമ്മൾ ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ തോംസൺ എന്നാണ്, ജെ തോംസൺ എന്നാണ് ആൻസർ ഉണ്ടാവും. ഓക്കെ, തോംസൻ്റെ മോഡലിനകത്ത് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു സ്ഫിയറിനകത്ത് യൂണിഫോംലി സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ പോസിറ്റീവ് ചാർജ് ആറ്റത്തിൻ്റെ സെൻറ്ററിനകത്താണ് എന്നും ന്യൂക്ലിയസ് ആണ് അത് എന്നുമൊക്കെ കണ്ടെത്തുന്നത്, ന്യൂക്ലിയസിൻ്റെ ഒരു പ്രസൻസ് മനസ്സിലാക്കുന്നത് റുദർഫോർഡാണ്. അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റാണ് ആൽഫ റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ആൽഫ റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് വഴിയാണ് അദ്ദേഹത്തിന് ന്യൂക്ലിയസ് ഉണ്ട്, അത് വളരെ ഏറ്റവും സെൻട്രലാണ് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഏറ്റവും സെൻട്രലിലും പിന്നെ അതിന് ചുറ്റുമാണ് ഇലക്ട്രോണുകൾ ഉണ്ടാവുക എന്നുമാണ് റുദർഫോർഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്ലം പുഡിംഗ് മോഡലിൽ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ എത്തുമ്പോൾ പോസിറ്റീവ് ചാർജ് ഏറ്റവും സെൻട്രലിലേക്ക് പോയി അത് വളരെ ചെറുതായിരിക്കും. അതിൻ്റെ ആ പോസിറ്റീവ് ഭാഗം എന്നുള്ളത് ആറ്റത്തിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സെൻറ്റർ മാത്രമായിരിക്കുമെന്നും ബാക്കിയുള്ള സ്ഥലമാണ് വെയ്ക്കൻ്റായി നിൽക്കുന്നത് എന്നും അതിലാണ് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നതെന്നൊക്കെയാണ് റുദർഫോർഡിൻ്റെ മോഡൽ പറയാം. അപ്പോൾ ആദ്യമായി ന്യൂക്ലിയസ് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത് ഈ മോഡലിലാണ്, റുദർഫോർഡിൻ്റെ മോഡലാണ്. ഓക്കെ, നമ്മൾ ക്ലാസിക്കൽ മോഡൽ ഓഫ് ആറ്റമായി നമ്മൾ പരിഗണിക്കാറുള്ളത് ബോറിൻ്റെ മോഡലാണ്. നീൽസ് ബോർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള മോഡലായിട്ടുള്ള ബോർ മോഡൽ ഓഫ് ആറ്റമാണ് നമ്മളെ മനസ്സിലിപ്പോഴും ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബോറിൻ്റെ മോഡലായിരിക്കും. ഓക്കെ, നീൽസ് ബോർ എന്ന് പറയുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്, അദ്ദേഹമാണ് ഈ ഒരു തിയറി, ഈ ഒരു മോഡൽ അദ്ദേഹം ഒരുപാട് ഒരുപാട് തിയറീസ് ആറ്റത്തെക്കുറിച്ചും ഇലക്ട്രോണിനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം, there is nucleus in the center of atom, yes, and electrons are revolving around the nucleus through a definite path called shells. ഷെല്ല് എന്ന കൺസെപ്റ്റ്, ഷെല്ലെന്നോ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നോ പറയാം കേട്ടോ, ഷെൽ ഓർ ഓർബിറ്റ്.
ഷെല്ല് ആദ്യമായി പ്രപ്പോസ് ചെയ്യുന്നത്, ഷെല്ലെന്ന് പറഞ്ഞാൽ ഈ റുദർഫോർഡിൻ്റെയിലും ഷെല്ലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഡെഫിനിറ്റ് ഷെല്ല് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഓർബിറ്റൽ, ഒരു പ്രത്യേകമായ പാത്ത് വേ, അതിങ്ങനെ കണ്ടല്ലോ അല്ലേ. ഇവിടെ ആദ്യം ഒരു ഷെല്ലുണ്ട്, ഇതിന് നമുക്ക് കെ ഷെൽ എന്ന് പറയാം. അതിനപ്പുറത്തെ ഷെല്ല് നമുക്ക് എൽ ഷെൽ എന്ന് പറയാം. ഇതിൻ്റെ അപ്പുറത്തെ ഷെല്ല് നമുക്ക് എം ഷെൽ എന്ന് പറയാം. ഇങ്ങനെ ഒരു പ്രത്യേകമായ ഷെല്ലിലൂടെ മാത്രമേ പോവുള്ളൂ എന്നൊക്കെ ആദ്യമായി പറയുന്നത് പിന്നെ ബോറിൻ്റെ മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബോർ എന്ന് പറഞ്ഞ ഡെഫിനിറ്റ് ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് നീൽസ് ബോറാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിനുശേഷമാണ് മോഡേൺ തിയറി അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്നാണ് പറയുക കേട്ടോ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വരുന്നത് അതിന് ശേഷമാണ്. ഇന്ന് നമുക്കറിയുന്ന മോഡൽ, ഇന്ന് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കൺസെപ്റ്റ് അനുസരിച്ചുള്ള ആറ്റമിക് തിയറി ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റമാണ്. ഓക്കെ, ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇതാദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നതും അതിനുശേഷം ഇന്ന് നമുക്കറിയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതൊക്കെ ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ആറ്റം എന്ന കൺസെപ്റ്റ് ആക്ച്വലി ഈ നീൽസ് ബോറിൻ്റെ മോഡലായിരിക്കാനാണ് സാധ്യത അല്ലേ. നിങ്ങൾ മോഡേൺ തിയറി പഠിച്ചിട്ടില്ല. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മോഡേൺ തിയറിയുടെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ എല്ലാ ഭാഗങ്ങളും പറയുന്നില്ല. അതിൻ്റെ ചില മേജറായിട്ടുള്ള പോർഷൻ, ചില കൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിലെ ഒന്ന് പറയും. അതിൻ്റെ ഒരു തിയറി അതെങ്ങനെ കിട്ടി എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ചുകൂടെ മാത്സ് നമുക്കറിയണം. മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസാണ് പലതിനും ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന മാത്സ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തൽക്കാലം നമ്മൾ എങ്ങനെ കിട്ടി എന്നതിനപ്പുറത്ത് ഇതിൻ്റെ ചില മേജറായിട്ടുള്ള ചില പോർഷൻസ്, ഇതിൻ്റെ ഡെറിവേഷനൊന്നും കൂടാതെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് ഈ നീൽസ് ബോറിൻ്റെ ബോർ മോഡലിൽ നിന്ന് മോഡേൺ മോഡലിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചേഞ്ച്, ഇപ്പോൾ ബോറിൻ്റെ മോഡൽ നമ്മൾ കണ്ടല്ലോ, ഫിക്സ്ഡ് ഷെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. ബോറിൻ്റെ മോഡൽ നമുക്ക് ഫിക്സ്ഡ് കെ എൽ എം എന്നൊക്കെ പറഞ്ഞ ഷെല്ലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെല്ലിലൂടെ ഇലക്ട്രോൺസുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കൺസെപ്റ്റാണ് ബോർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതിന് ശേഷം കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കും ഇലക്ട്രോണിൻ്റെ മോഷനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഇലക്ട്രോണുകൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈപ്പല്ല എന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഇലക്ട്രോണുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വളരെ സിമ്പിളായ ഒരു സംഭവമല്ല. ഇലക്ട്രോണുകൾ എന്നുള്ളത് നമ്മളിതുവരെ മനസ്സിലാക്കിയ ഇലക്ട്രോൺ ചെറിയൊരു പാർട്ടിക്കിൾ അല്ലേ, ഒരു പാർട്ടിക്കിളായിട്ടാണ് ഇതുവരെ മനസ്സിലാക്കിയത് അല്ലേ. ഇങ്ങനെ പിന്നെ എന്താണ് സാധാരണ ഒരു ചെറിയ കുഞ്ഞു മാസും അതേപോലെ എന്താണ് ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു കണിക സ്വഭാവമുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. എന്നാൽ പിന്നെ അതിനുശേഷം മനസ്സിലാക്കിയൊരു കാര്യം, ഇലക്ട്രോണുകൾക്ക് ഈ പാർട്ടിക്കിൾ നേച്ചറിൻ്റെ ഒപ്പം തരംഗ സ്വഭാവം, വേവ് നേച്ചർ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായി. ഓക്കെ, ഡി ബ്രോളി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് ഒരു ഫോർമുലയായിട്ട്, ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനായിട്ട് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇലക്ട്രോണുകൾ ഇങ്ങനെ വെറുതെ ഒരു പാർട്ടിക്കിൾ മാത്രമല്ല, ഇതിന് വേവ് നേച്ചർ ഉണ്ട്. ഇതൊരിക്കലും നമ്മളൊരു ബ്രെയിനകത്ത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നൊരു കൺസെപ്റ്റ് അല്ല. മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലൂടെയാണ് നമ്മൾ ഇതിനെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ ഒരു ഇലക്ട്രോണിനെ കുറിച്ചുള്ള വലിയൊരു പ്രശ്നം, ഇലക്ട്രോണുകളുടെ സ്ഥാനം നിർണ്ണയിക്കുക എന്നുള്ളത്, അതിൽ നിർണ്ണയിക്കുമ്പോൾ അതിൽ എറർ ഉണ്ടാകും എന്നുള്ളതാണ്. ഇലക്ട്രോണുകൾ കൃത്യമായി ഒരു പൊസിഷനിൽ എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയൂല എന്നൊരു കൺസെപ്റ്റ് ഹെയ്സൻബർഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കൊണ്ടുവരികയും ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അദ്ദേഹം രൂപീകരിക്കുകയും അതിലൂടെ അദ്ദേഹം ഇലക്ട്രോണുകൾ കൃത്യമായ ഒരു സ്ഥലത്ത് ഉണ്ടാവുകയില്ല എന്നല്ല, നമുക്കത് കണ്ടെത്താൻ കഴിയുകയില്ല എന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം രൂപീകരിക്കുകയും ചെയ്തു. നമ്മളൊരു ഇലക്ട്രോണുകളുടെ സ്ഥാനം നിർണ്ണയിക്കുകയാണെങ്കിൽ അതിലൊരു അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വം, ഒരു എറർ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രോണുകൾ കൃത്യമായ ഒരു ഫിക്സ്ഡ് ഓർബിറ്റിലൂടെ ഒരു ഷെല്ലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. പകരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസുകൾ കാണാൻ സാധ്യതയുള്ള ഭാഗങ്ങളുണ്ടാകും
എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നാണ് പറയുക. ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമായിട്ട് മാറുകയാണ് ചെയ്യുക. അങ്ങനെ ഇതിന് നമ്മൾ ഓർബിറ്റ് എന്ന കൺസെപ്റ്റല്ല നമ്മൾ പറയുക. അവിടെ നമ്മൾ ഓർബിറ്റൽ എന്ന കൺസെപ്റ്റാണ് പറയുക. ഓർബിറ്റൽസ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ മോഡേൺ തിയറിയിൽ വരുന്നത്. നമ്മളതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മളതിവിടെ പറയും, ഈ ചാപ്റ്ററിനകത്ത് പറയും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഡാൾട്ടൺ പറഞ്ഞിട്ടുള്ള ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ല ആറ്റം, അല്ലേ? ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഇലക്ട്രോൺസുകളും പിന്നെ പോസിറ്റീവായിട്ട് ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇൻഡിവിസിബിൾ എന്ന ആയിരുന്നു ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തിരുന്നത്. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും ഇലക്ട്രോണുകൾ കണ്ടെത്തുകയും ജെ തോംസൺ, ഇലക്ട്രോണുകൾ എന്നതാണ് ജെ തോംസൻ്റെ കോൺട്രിബ്യൂഷൻ കേട്ടോ, ഇലക്ട്രോൺ. ഓക്കെ. അതിനുശേഷം ന്യൂക്ലിയസ് എന്നതായിരുന്നു പിന്നെ റുദർഫോർഡിൻ്റെ കോൺട്രിബ്യൂഷൻ, ന്യൂക്ലിയസ്. ഓക്കെ. പിന്നെ ഷെല്ല്, ഫിക്സ്ഡ് ഷെല്ല്. ഓക്കെ. ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ബോറാണ്. ഓർബിറ്റൽ എന്ന ഒരു ടെർമിനോളജിയാണ് നമ്മൾ മോഡേൺ കൺസെപ്റ്റിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. ഓക്കെ. ഇത്രയാണ് ഒരു ആറ്റത്തിൻ്റെ ഹിസ്റ്ററി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ. നമ്മൾ ഒരു പുതിയ ടേം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അത് സബ്ഷെല്ലാണ്. സബ്ഷെല്ല് എന്താണ് എന്ന് നോക്കാം. ഓക്കെ. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ വാചകം ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തതാണ്. അക്കോർഡിംഗ് ടു മോഡേൺ തിയറീസ് ഓഫ് അറ്റോമിക് സ്ട്രക്ചർ, ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ 3-dimensional region around the nucleus. Each main energy level has sub-levels or subshells. നമുക്കറിയാവുന്നതാണ് ഇലക്ട്രോണുകൾ ഷെല്ലിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇലക്ട്രോണുകളുണ്ട്, ഒരു ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഷെല്ലുകൾ, ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, അല്ല ഇങ്ങനെ ഷെല്ലുകളുണ്ട്. ഇതിൽ കെ ഷെല്ലിലൂടെ 2 ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, അല്ലേ? എൽ ഷെല്ലിലൂടെ ആണെങ്കിൽ 8 ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഷെല്ലുകളൊക്കെ ഓരോ, ഇപ്പോൾ കെ ഷെല്ലിൽ ഒരു പ്രത്യേകമായ എനർജിയുള്ള ഇലക്ട്രോൺസുകളാണ് കെ ഷെല്ലിലൂടെ മൂവ് ചെയ്യുക. അതിനേക്കാൾ എനർജി കൂടുമ്പോഴാണ് എൽ ഷെല്ലിലൂടെ മൂവ് ചെയ്യുക. അതിനേക്കാൾ എനർജി കൂടുമ്പോൾ എം ഷെല്ലിലൂടെ മൂവ് ചെയ്യും. മനസ്സിലാവുണ്ടല്ലോ? അത് ഈ ഷെല്ലുകളൊക്കെ ഓരോ എനർജി ലെവലുകളാണ്. ഷെൽസ് ആർ എനർജി ലെവൽസ്. നമുക്ക് എനർജി ലെവൽ എന്ന് പറയാം. എനർജി ലെവൽ. ഷെല്ലുകളൊക്കെ എനർജി ലെവൽസ് എന്നാണ് പറയുക. ഓക്കെ. ഇവിടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ നമ്മൾ പറഞ്ഞു എനർജി ലെവൽസിലാണ് എന്നാണല്ലോ പറഞ്ഞത്. ഇത് ബോറിൻ്റെ ആറ്റം മോഡലിലുള്ള കൺസെപ്റ്റാണ്. എന്നാൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഒരു മോഡേൺ തിയറിയിലേക്ക് പോയി കഴിയുമ്പോൾ, മോഡേൺ തിയറിയിലേക്ക് നമ്മൾ പോയാൽ അവിടെ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത് 3-dimensional ആയിട്ടുള്ള റീജിയനിലാണ്. 3-dimensional റീജിയൻ. ഓക്കെ. എന്നാൽ ബോറിൻ്റെ മോഡൽ ഉണ്ടായിരുന്നത് 2-dimensional. ഓക്കെ. 2-dimensional മൂവ്മെൻ്റ്, ഒരു സർക്കുലാർ മൂവ്മെൻ്റ് ആയിരുന്നു ബോറിൻ്റെ മോഡൽ ഉണ്ടായിരുന്നത്. സർക്കുലാറാണ്. ഓക്കെ. എന്നാൽ മോഡേൺ തിയറി അനുസരിച്ച് ഇത് 3-dimensional മൂവ്മെൻ്റ് ഉണ്ടാവുക. ഓക്കെ. സ്പേസിൽ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മോഡേൺ തിയറി അനുസരിച്ച് ഷെല്ലുകൾ മാത്രം പോരാ. ഷെല്ലിനകത്ത് 3-dimensional ആയിട്ടുള്ള സബ് ലെവലുകൾ കൂടെ ഉണ്ടെന്ന് പറയാം. സബ് ലെവൽ. അതുകൊണ്ട് ഈച്ച് മെയിൻ എനർജി ലെവൽസ്, ഈച്ച് മെയിൻ എനർജി ലെവൽ ഹാസ് സബ് ലെവൽസ് ഓർ സബ്ഷെൽസ്. അപ്പോൾ നമുക്ക് കെ ഷെല്ലിൻ്റെ ഉള്ളിൽ, കെ ഷെല്ല് നമ്മൾ പറയല്ലോ, അത് ബോറിൻ്റെ മോഡലാണ്. കെ ഷെൽ എന്ന് പറയാം, എൽ ഷെൽ എന്നൊക്കെ പറയാം. ഉള്ളിൽ നമുക്ക് സബ് ലെവലുകൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ സബ് ഷെല്ലുകൾ പറയാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയാണ്. മോഡേൺ തിയറി അനുസരിച്ച് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത് 3-dimensional ആയിട്ടാണ്. 3-dimensional മോഷനാണ് മോഡേൺ തിയറി അനുസരിച്ച് ഇലക്ട്രോണുകൾക്കുള്ളത്. അതോടൊപ്പം ഇലക്ട്രോണുകൾ പ്രസൻ്റ് ആയിട്ടുള്ളത് സബ് ലെവലിലാണ് അല്ലെങ്കിൽ സബ് ഷെല്ലിലാണ് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സബ് ഷെല്ലിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണ് നമ്മൾ പറയാം കേട്ടോ. എസ്, പി, ഡി, എഫ്, അല്ലേ?
SPDF എന്നൊക്കെയാണ് പറയാം. ഓരോന്നിനും പേര് വരാൻ ചില കാരണങ്ങളുണ്ട്. അതിന് ചില ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില ടേംസ് ആണ്. ഇപ്പോൾ ഷാർപ്പ് എന്ന ടേമിൽ നിന്നാണ് എസ് വരുന്നത്, പ്രിൻസിപ്പാൾ എന്ന ടേമിൽ നിന്നാണ് പി, ഡിഫ്യൂസ് എന്ന ടേമിൽ നിന്നാണ് ഡി, ഫണ്ടമെൻ്റൽ എന്ന ടേമിൽ നിന്നാണ് എഫ് എന്ന് വരും. ഓക്കെ, അതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം കേട്ടോ. SPDF എന്ന് എഴുതുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റേഴ്സാണ് എഴുതുക. അപ്പോൾ ഈ സബ്ഷെല്ലുകളുടെ പേരാണ് എസ്, പി, ഡി, എഫ് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സബ്ഷെല്ലിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എസ്, പി, ഡി, എഫ് എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. റൈറ്റ്. ഇനി സബ്ഷെല്ലിനകത്ത് ഓർബിറ്റലുകളുണ്ട് എന്നാണ് അടുത്ത ഭാഗം. Subshells consist of orbital. എന്ന് പറഞ്ഞാൽ in each subshells there are regions where probability to find electron is maximum. ഇലക്ട്രോണുകളെ കാണപ്പെടാൻ സാധ്യതയുള്ള റീജിയൻസ് സബ്ഷെല്ലിനകത്തുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ്. ആ ഓർബിറ്റിനകത്ത് എന്തുണ്ട്? ഓർബിറ്റിനകത്ത് സബ്ഷെല്ലുണ്ട്. ഷെല്ലിനുള്ളിൽ സബ്ഷെല്ലുണ്ട്. ആ സബ്ഷെല്ലിനകത്ത് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഷെല്ല് എന്നുള്ളത്, ഇതിൽ ഷെല്ല് ബോറിൻ്റെ മോഡലാണ്, ബോർ കൺസെപ്റ്റാണ്. സബ്ഷെല്ലും ഓർബിറ്റൽസും എല്ലാം മോഡേൺ തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഷെല്ലുണ്ട്, ഷെല്ലിനുള്ളിൽ സബ്ഷെല്ലുണ്ട്. ആ സബ്ഷെല്ലിനകത്ത് ഇലക്ട്രോൺസിനെ കാണപ്പെടാൻ സാധ്യത കൂടിയ ഭാഗങ്ങൾ ഓർബിറ്റൽ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് ഓർബിറ്റൽസ് എന്ന് ഒന്നും കൂടെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഓർബിറ്റ് എന്ന കൺസെപ്റ്റായിരുന്നു ബോറിൻ്റെ മോഡൽ ഉണ്ടായിരുന്നത്, ഓർബിറ്റ്. ആ ഓർബിറ്റാണ് മോഡേൺ തിയറിയിലേക്ക് പോയപ്പോൾ ഓർബിറ്റലായിട്ട് മാറിയത്, അല്ലേ? നമ്മൾ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഓർബിറ്റ് എന്നതും ഓർബിറ്റൽ എന്നുള്ളതും നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു മോഡേൺ തിയറിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ഒന്ന്, ഇലക്ട്രോണുകൾ കൃത്യമായി എവിടെയാണ് എന്ന് പറയാൻ കഴിയുകയില്ല എന്ന ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർബിറ്റൽ വരുന്നത്. ഇലക്ട്രോൺസ് കൃത്യമായിട്ട് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തത് ഇലക്ട്രോണുകളുടെ ഡുവൽ നേച്ചർ. ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ പരിഗണിച്ചത് പാർട്ടിക്കിൾ നേച്ചർ മാത്രമായിരുന്നു. പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല, പാർട്ടിക്കിൾ പ്ലസ് വേവ് നേച്ചറാണ് ഇലക്ട്രോണുകൾക്ക് ഉണ്ടാവുക എന്നാണ് പിന്നീട് മനസ്സിലായത്. അപ്പോൾ ഇത് രണ്ടും, ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അതേപോലെ ഈ ഡുവൽ നേച്ചർ, നമ്മൾ ദ്വൈത സ്വഭാവം, ഡുവാലിറ്റി എന്നൊക്കെയാണ് പറയുക, ഡുവാലിറ്റി, ഇത് രണ്ടും നമ്മൾ ഇലക്ട്രോൺസുകൾക്ക് കൊടുത്താൽ നമുക്ക് ഇലക്ട്രോൺ കൃത്യമായി എവിടെ എന്ന് പറയാൻ പറ്റില്ല. ഏതിലെ പോലെ നമ്മൾ ബോറിൻ്റെ മോഡലിൽ ഫിക്സ്ഡ് ഓർബിറ്റിലൂടെ കറങ്ങണില്ലേ, അറ്റ്ലീസ്റ്റ് ഈ ഓർബിറ്റിനാണ് ഷെല്ല് കേട്ടോ, നേരത്തെ പറഞ്ഞിരുന്നു, മറന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഷെല്ലാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഷെല്ലിലൂടെ പോവുകയാണെന്ന് ഇനി പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി പറയേണ്ടത് നമ്മളെന്താണ്, ഇലക്ട്രോൺസുകൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന പറയാം. ശരിക്കും അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ നോക്കാം. ദ റീജിയൻ ഇൻ എ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ വിച്ച് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഈസ് മാക്സിമം. ഇലക്ട്രോണുകളെ കാണപ്പെടാൻ സാധ്യത കൂടിയ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സ്പേസിനെ ആണ് നമ്മൾ എന്ത് പറയുക, ഓർബിറ്റൽ എന്ന് പറയാം. ദ റീജിയൻ ഇൻ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ചുറ്റുമുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ തന്നെ 3 ഡയമെൻഷനായിട്ട് വന്നു കേട്ടോ. സ്പേസ് നമ്മൾ 3 ഡയമെൻഷനാണല്ലോ. ഓക്കെ, ഇൻ വിച്ച് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഈസ് മാക്സിമം. അവിടെ ഇലക്ട്രോണുകളെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ള സ്പേസിൽ. അങ്ങനെയുള്ള സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓർബിറ്റൽ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സാധ്യതയാണ്, അല്ലേ? അപ്പോൾ സാധ്യത ഒരിക്കലും നമുക്ക് സാധാരണ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റോ മറ്റോ ഒന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സാധ്യത, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. അവിടെ നമുക്ക് വേണ്ടത്, ഈ പ്രോബബിലിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് മാത്സാണ്, മാത്തമാറ്റിക്സാണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കുകയും അത് വെച്ചിട്ട് നമ്മൾ
ആറ്റത്തെ ഇലക്ട്രോൺസിനെ പരിഗണിക്കുകയും ഇലക്ട്രോൺസിന് അത്തരം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലൂടെ നമ്മൾ അതിൻ്റെ പിന്നെ ഡെറിവേഷനിലൂടെ നമുക്ക് ഇലക്ട്രോണിനെ കുറിച്ച് കൂടുതൽ അറിയുകയുമാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. അതിൻ്റെ ഒരു കാരണം നമ്മൾ അത്രയും മാത്സും നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ വളരെ മോഡേൺ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇലക്ട്രോൺസുകളെ കാണപ്പെടാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അതാണ് ആക്ച്വലി ഓർബിറ്റൽ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസം, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്, ഓർബിറ്റൽ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, നമ്മൾ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് ഫോളോഡ് ബൈ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺസുകൾ ചുറ്റുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സർക്കുലർ പാത്താണ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇങ്ങനെ കെ ഷെല്ല്, എൽ ഷെല്ല്, ഇങ്ങനെയുള്ള ഈ സർക്കുലർ പാത്താണ് ആക്ച്വലി ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റീജിയൻ ഓഫ് സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വേർ ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് മാക്സിമം. നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ട്രോൺസിനെ കാണപ്പെടാനുള്ള സാധ്യതയുള്ള ഭാഗമാണ് ആക്ച്വലി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാര്യം, ഓർബിറ്റിലേക്ക് വന്നാൽ ഇറ്റ് റെപ്രസെൻറ്റ് 2 ഡയമെൻഷണൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇവിടെ നമ്മൾ 2 ഡയമെൻഷണൽ മോഷനാണ് നമ്മളിവിടെ പറയുന്നത്, 2D അല്ലെ, ഒരു സർക്കുലാർ പാത്തിലൂടെയുള്ള ഒരു മൂവ്മെൻറ്റാണ് 2 ഡയമെൻഷണൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്നാൽ നമ്മൾ ഓർബിറ്റിലേക്ക് വന്നാൽ അത് സ്പേസിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? ഇറ്റ് റെപ്രസെൻറ്റ്സ് 3 ഡയമെൻഷണൽ, അല്ലേ? 3 ഡയമെൻഷണൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. നമ്മൾ ഇവിടെ പറയുന്നത് ഒരു സ്പേസിനെ കുറിച്ചാണ്, 3 ഡയമെൻഷനാണ്. ഓക്കെ, പിന്നെ ഉള്ളത് അടുത്തൊരു ഡിഫറൻസ്, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ ഓർബിറ്റ് ഈസ് 2n². നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, 2n² എന്നാണ് പറയുക. അപ്പോൾ കേശല് ഇവിടെ n എന്ന് പറഞ്ഞാൽ ഓർബിറ്റിൻ്റെ നമ്പറാണ് n എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കേശലിനാണെങ്കിൽ ഓർബിറ്റ് നമ്പർ 1 എന്ന് കൊടുക്കാം, എല്ലിനാണെങ്കിൽ ഓർബിറ്റ് നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി KLM, നമ്മളിനി മൂന്നാമത്തെ ഷെല്ലിലൂടെ നോക്കാം, KLM n കൊടുത്ത് നോക്കാം, KLM n. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പർ നമുക്ക് 3 എന്ന് കൊടുക്കാം. ഇവിടെ 1 2 3 ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, 1 അല്ലേ, 2 3, കെ ഷെല്ലിന് 1, എൽ ഷെല്ലിന് 2, എം ഷെല്ലിന് 3. ഈ 1 2 3 ആണ് നമ്മൾ ഈ നമ്പർ ഓർബിറ്റ് നമ്പർ എന്നാണ് പറയുക, അതിനാണ് നമ്മൾ n എന്ന് പറഞ്ഞത്, n. അപ്പോൾ ഇവിടെ മാക്സിമം ഇലക്ട്രോൺസ്, ഇപ്പോൾ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 2n² എന്നാണ് ഇക്വേഷൻ, 2n². അപ്പോൾ 2n² എത്ര ആയിരിക്കും? 2 ഇൻറ്റു ഇവിടെ ഓർബിറ്റ് നമ്പർ എത്രയാണ്? കെ ഷെല്ലിന് 1 ആണ്, 1² ഈസ് ഈക്വൽ ടു 2. അപ്പോൾ മാക്സിമം ഇലക്ട്രോൺസ് ഇൻ കെ ഷെൽ ഈസ് ഈക്വൽ ടു 2. മനസ്സിലാവുണ്ടല്ലോ, നമുക്കറിയുന്ന കാര്യമാണിത്, അല്ലേ? എൽ ഷെല്ലിലാണെങ്കിലോ മാക്സിമം ഇലക്ട്രോൺസ് ഇൻ എൽ ഷെൽ എന്ന് വെച്ചാൽ അവിടെ ആൻസർ എന്തായിരിക്കും? 2n² എന്നായിരിക്കും, 2n². പക്ഷേ n വ്യത്യാസമുണ്ട്, n എത്രയായിരിക്കും? 2 ആണ് അവിടെ. അപ്പോൾ 2 ഇൻറ്റു 2² എന്നായിരിക്കും, അല്ലേ? 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2² എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 8 ഇലക്ട്രോൺസിലെ കിട്ടാം. എം ഷെല്ലിലാണെങ്കിലോ, എം ഷെല്ലിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ എം ഷെല്ലിൽ നോക്കാം, അവിടെയും 2n² തന്നെയാണ് ആൻസർ ഉണ്ടാവുക, 2n² എന്നായിരിക്കും. അപ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു അവിടെ 3 ആയില്ലേ, n എന്ന് പറഞ്ഞാൽ 3 ആണ്, 3² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 18. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? എം ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് കിട്ടുക. അപ്പോൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണ്, എം ഷെല്ലിൽ 18 ഇലക്ട്രോൺസ്. ഇങ്ങനെയാണല്ലോ കിട്ടുക, 18 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇത് 2n² എന്ന ഇക്വേഷനാണ് നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ ഓർബിറ്റ് എന്ന കൺസെപ്റ്റിൽ, അല്ലെ? ഒരു ഓർബിറ്റിൽ അല്ലെങ്കിൽ ഒരു ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ എണ്ണം 2n² ആണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിൻ്റ്, ഈ ഓർബിറ്റലിലേക്ക് വരുമ്പോൾ, ഓർബിറ്റൽ അതിൽ ഏത് ഓർബിറ്റലാണെങ്കിലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു 2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോൺസാണ് മാക്സിമം ഉണ്ടാവുക, ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോൺസാണ് ഉണ്ടാവുക.
അതോടൊപ്പം വേറൊരു വ്യത്യാസം, ഓർബിറ്റ് ഈ സർക്കുലാർ ഇൻ ഷേപ്പ്. നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ആണെങ്കിലോ ഡിഫറെൻറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. ഡിഫറെൻറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം 3 ഡയമെൻഷണൽ ഷേപ്പിന് ഉണ്ടാവുക, പലതരത്തിലുള്ള ഷേപ്പുകളാണ് ഉണ്ടാവുക. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ട് പറയാം. ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് അല്ലെ. ഓർബിറ്റിനെ തന്നെ പറയുന്ന പേരാണ്, മറ്റൊരു പേരാണ് നമ്മൾ ഷെല്ല് എന്ന് പറയും. അപ്പോൾ ഓർബിറ്റും അല്ലെങ്കിൽ ഷെല്ലും അതുപോലെ ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ഷെല്ലിനകത്താണ് ഓർബിറ്റൽസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സബ്ഷെല്ലിനുള്ളിലുള്ള ഓരോ സബ്ഷെല്ലിൻ്റെയും ഓർബിറ്റൽസിന് ഓരോ ഷേപ്പാണ് ഉണ്ടാവുക. അപ്പോൾ എസ് സബ്ഷെൽ എടുക്കാം. എസ് സബ്ഷെൽ, അതിൻ്റെ ഷേപ്പ് ഞാൻ പറഞ്ഞു ഈ പിന്നെ 3 ഡയമെൻഷനാണല്ലോ ഉണ്ടാവുക. എസ് സബ്ഷെല്ലിനകത്തുള്ള ഓർബിറ്റൽസ് ആകുമ്പോൾ 3 ഡയമെൻഷനാണ് ഷേപ്പ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 3 ഡയമെൻഷൻ വേണ്ട എന്തായാലും എക്സ് ആക്സിസ് വേണം, വൈ ആക്സിസ് വേണം, സെഡ് ആക്സിസ് വേണം. ഞാനിവിടെ ഇത് എക്സ് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ, ഇത് വൈ ആക്സിസ് എന്ന് വിചാരിച്ചോളൂ, ഇത് സെഡ് ആക്സിസ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഇതൊരു പിന്നെ ഒരു സ്പേസാണ്, ആക്ച്വലി ഒരു 3 ഡയമെൻഷണൽ സ്പേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യത, ഇപ്പോൾ ഞാനിതിൻ്റെ ഏറ്റവും മിഡിൽ ഇവിടെ ഇതാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചോളൂ. ഇത് ന്യൂക്ലിയസ് ആണ് വിചാരിക്കുക. അപ്പോൾ ന്യൂക്ലിയസ് ചുറ്റുള്ള സ്പേസാണ് ഇത്. അപ്പോൾ ഈ ഭാഗം ന്യൂക്ലിയസ് ചുറ്റുള്ള സ്പേസാണ്. അവിടെ എസ് സബ്ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യത ഈ എറൗണ്ട് ദ ന്യൂക്ലിയസ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്താൽ, ഇത് മാത്സിൽ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് വരക്കുക കേട്ടോ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി, ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യതയാണിത് ആക്ച്വലി, പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ. അപ്പോൾ അത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക ഒരു സ്ഫിയർ ഷേപ്പായിരിക്കും കിട്ടുക, ഒരു സ്ഫെറിക്കൽ ഷേപ്പ്. അപ്പോൾ എസ് സബ്ഷെല്ലിലെ ഓർബിറ്റിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ. ഓക്കെ, നമുക്ക് പി സബ്ഷെല്ലിനെ കുറിച്ച് പറയാം. അപ്പോൾ പി സബ്ഷെല്ല് അതും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് വൈ സെഡ്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ എക്സ് കൊടുക്കാം, ഇവിടെ വൈ കൊടുക്കാം, സെഡ് കൊടുക്കാം. ഇതിങ്ങനെ മാറി കൊടുക്കാം കേട്ടോ, പ്രശ്നമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ വരക്കുകയാണെങ്കിൽ പി സബ്ഷെൽ വരക്കുമ്പോൾ ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യത ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേകമായ ജോമെട്രിയാണ് കിട്ടുക. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടാകും, ഇങ്ങോട്ടുള്ള ഭാഗം ഉണ്ടാകും. ഓക്കെ, ഇത് ശരിക്കും പി സബ്ഷെല്ലിൻ്റെ ഉള്ളിലുള്ള പി എക്സ് എന്ന് പറയുന്ന ഒരു ഓർബിറ്റൽ ഉണ്ട്. പി സബ്ഷെല്ലിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, സബ്ഷെല്ലിനകത്താണ് ഓർബിറ്റൽസ് ഉള്ളത്. എത്ര ഓർബിറ്റൽസ് ഉണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ഓരോ സബ്ഷെല്ലിനകത്തും എത്രമാത്രം ഓർബിറ്റൽസ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ പറയും, അടുത്ത ഇതിൽ നമുക്ക് പറയാം. തൽക്കാലം മനസ്സിലാക്കി വെക്കുക, ഒരു പി സബ്ഷെല്ലിൻ്റെ ഒരു പി എക്സ് എന്ന് പറയുന്ന ഒരു ഓർബിറ്റൽ ആണ് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ ഈ എക്സ് ആക്സസിലൂടെ ഓറിയൻറ്റേഷൻ നടന്നിട്ടുള്ള ഒരു ഷേപ്പാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. കണ്ടല്ലോ, ഇങ്ങനെ. ഇതിനെ പറയുന്ന പേര് ഡംബൽ ഷേപ്പ് എന്ന് പറയാം. ഡംബൽ ഷേപ്പാണ് പി സബ്ഷെല്ലിൻ്റെ ഉണ്ടാവുക. അല്ലെങ്കിൽ പി സബ്ഷെല്ലിൻ്റെ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഡംബൽ ഷേപ്പ്. ഇത് പി വൈ ഉണ്ടായിരിക്കും. പി വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊഴിവായിട്ട് ഈ ഭാഗം ഒഴിവായിട്ട് ഈ വൈയിലൂടെ ഇങ്ങനെ ഉള്ള വൈ ആക്സിലൂടെ ആയിരിക്കും ഡംബൽ ഷേപ്പ് എങ്കിൽ നമ്മൾ പി വൈ ഓർബിറ്റൽ എന്നാണ് പറയുക. സെഡ് ആക്സിലൂടെ മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് പി സെഡ്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഇത് മാത്രം പഠിച്ചു വെക്കുക. സ്ഫെറിക്കൽ ഷേപ്പാണ് എസ് സബ്ഷെല്ലിൽ ഉണ്ടാവുക. പിന്നെ പി സബ്ഷെല്ലിനാവട്ടെ ഡംബൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഡി ആണെങ്കിൽ, നമ്മൾ ഡി ആണ് വരക്കുന്നതെങ്കിൽ നമുക്ക് ഷേപ്പ് വ്യത്യാസമുണ്ട്. അതിന് ഡംബൽ ഷേപ്പ് എന്നാണ് പറയുക. ഡംബൽ ഷേപ്പിൻ്റെ ഒരു ഡംബലായിട്ട് വരിക. അത് നമുക്ക് ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ എക്സും വൈയും ഒക്കെ ആക്സസ് ഇങ്ങനെ വരക്കാം. സെഡും ഉണ്ടായിരിക്കും, സെഡ് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത് എക്സ് ആണെന്ന് വിചാരിച്ചോളൂ, ഇത് വൈ ആണെന്ന് വിചാരിച്ചോളൂ. സെഡ് ഞാൻ വരച്ചിട്ടില്ല കേട്ടോ. സെഡ് ഇതിൻ്റെ നേരെ പെർപെൻഡിക്കുലറായിട്ട് സെഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ വരക്കുമ്പോൾ ഇങ്ങനെ
ഇതാണ് ഡബിൾ ഡംബൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇലക്ട്രോൺസിൽ കാണപ്പെടാനുള്ള സാധ്യതകൾ ഇതിൻ്റെ ഈ ഒരു വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൻ്റെ ഓരോ പേരുണ്ട്. ഇത് DXY എന്ന് പറയുന്ന ഒരു ഓർബിറ്റിലാണ്. അതിൻ്റെ പേര് നിങ്ങൾ പഠിക്കണ്ട, ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഇപ്പോൾ 3 ഷേപ്പുകൾ പഠിച്ചു. ഒന്നെന്താണ്, ഒന്ന് S ഓർബിറ്റലിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ്, അതുപോലെ P ഓർബിറ്റലിൻ്റെ ഡംബൽ ഷേപ്പ്, D ഓർബിറ്റലുകളുടെ ഡബിൾ ഡംബൽ ഷേപ്പ്. ഓക്കെ, ജസ്റ്റ് ഈ ഷേപ്പൊന്നും നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. കൂടുതൽ നമ്മൾ കോമ്പറ്റീവ് എക്സാമിന് പഠിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഷേപ്പുകളുടെ പേരൊക്കെ നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടേബിളാണ് ആക്ച്വലി ഇത്. നമ്മളിവിടെ പറയാൻ പോണത് സബ്ഷെല്ല്, അതിലെ എത്ര ഓർബിറ്റൽ ഉണ്ടായിരിക്കും, നമ്പർ ഓഫ് ഓർബിറ്റൽസ്, അതുപോലെ അതിലെത്ര ഇലക്ട്രോൺസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ സബ്ഷെല്ലുകൾ, ഓരോ സബ്ഷെല്ലിലും എത്ര ഓർബിറ്റൽ ഉണ്ടായിരിക്കും, അതിലെത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയേണ്ട, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ S സബ്ഷെല്ലിൽ മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് 2 ആണ്. P സബ്ഷെല്ലിൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് 3 ആണ്. D സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽ ഉണ്ട്. F സബ്ഷെല്ലിൽ 7 ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനിയിപ്പോൾ തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ F വരെയാണ് സാധാരണ നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള എലമെൻറ്റുകളെല്ലാം നമുക്ക് F സബ്ഷെല്ല് മതി. ഇനി നമുക്ക് തിയററ്റിക്കലി വേണമെങ്കിൽ പറയാം Fന് ശേഷം G ഉണ്ട്, അതുപോലെ H ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ G ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും, 9 ആയിരിക്കും, ഇവിടെ 11 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറയാന്നുള്ളതാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്കറിയാം, ഈച്ച് ഓർബിറ്റൽസ് കണ്ടെയ്ൻ 2 ഇലക്ട്രോൺസ്. ഓരോ ഓർബിറ്റൽസും 2 ഇലക്ട്രോൺസാണ് ഉണ്ടാവുക എന്ന് നേരത്തെ പറഞ്ഞാണല്ലോ, നേരത്തെ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് പറഞ്ഞാണ്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, നിങ്ങൾ നോക്കുക, S സബ്ഷെല്ലിനകത്ത് ഓർബിറ്റലിൻ്റെ എണ്ണം 1 ആണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവാം, 1 × 2 അല്ലേ, 2 ഇലക്ട്രോൺസ് അല്ലേ ഒരു ഓർബിറ്റിൽ ഉണ്ടാവുക, അപ്പോൾ 2. P സബ്ഷെല്ലിൽ ഓർബിറ്റലിൻ്റെ എണ്ണം 3 ആണ്. അപ്പോൾ 3 × 2, ഓരോ സബ്ഷെല്ലിലും 2 വീതം ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇരട്ടി 6. ഇവിടെ 5 ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി 10. ഇവിടെ 7 ആകുമ്പോൾ 14. ഞാൻ പറഞ്ഞു തിയററ്റിക്കലി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും 9 ആണെങ്കിൽ ഇവിടെ എന്ത് പറയാൻ പറ്റും, 9 × 18 എന്ന് പറയാം അല്ലേ. 11 ആണെങ്കിൽ എന്ത് പറയാം, 11 × 2 22 എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി എന്ത് ഈ സബ്ഷെല്ലും അതിലെ നമ്പർ ഓഫ് ഓർബിറ്റൽസും. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് സബ്ഷെൽ. ഓരോ സബ്ഷെല്ല് നമ്മൾ പറഞ്ഞു, ആ സബ്ഷെല്ലിൻ്റെ പേരുകളാണ് എസും പിയും ഡിയും എഫും ഒക്കെ, SPDF എന്നാണ് പറയുക. അതിൽ ഓരോ സബ്ഷെല്ലിലും എത്ര വീതം ഓർബിറ്റൽസ് ഉണ്ടെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. S സബ്ഷെല്ലിൽ 1 ഓർബിറ്റലേ ഉള്ളൂ, P സബ്ഷെല്ലിൽ 3 ഓർബിറ്റലുണ്ട്, D സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുണ്ട്, F സബ്ഷെല്ലിൽ 7 ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ S സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, P സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും, D സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസ് ഉണ്ടാവും, F സബ്ഷെല്ലിൽ 14 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ട ഒരു ടേബിളാണ് ആക്ച്വലി ഇത്. സബ്ഷെൽസ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലും ഏതെല്ലാം സബ്ഷെൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ഷെല്ലിൽ ഏതെല്ലാം സബ്ഷെൽസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. ഇത് മനസ്സിലായാലേ നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഷെൽ നമ്പർ 1 ആണെന്ന് വിചാരിച്ചോളൂ. ഷെൽ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഏതാണ് ഷെല്ല്, K ഷെല്ലാണ് അല്ലേ. ഞാൻ ഇവിടെ K എന്ന് എഴുതാം. ഓക്കെ, ഷെൽ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഏതാണ് ഷെല്ല്, L ഷെല്ലാണ്. ഷെൽ നമ്പർ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, M ഷെല്ലാണ്. 4 എന്ന് പറഞ്ഞാൽ N, KLMN എന്നാണ് അല്ലേ. അത് നമ്മൾ ബ്ലോക്ക് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നമ്മൾ KLMN എന്നുള്ള ഷെല്ലുകൾ എഴുതുക. ഓക്കെ, ഇനി ഓരോ ഷെല്ലിലും സബ്ഷെല്ലുകൾ എത്ര വീതം ഉണ്ടാവുന്നതാണ്. ഓരോ ഷെല്ലിലും ഇപ്പോൾ K ഷെല്ലിൽ സബ്ഷെല്ലുകളുടെ ഏതെല്ലാം സബ്ഷെൽ, S സബ്ഷെല്ല് മാത്രമാണ് K ഷെല്ലിൽ ഉണ്ടാവുക. L ഷെല്ലിൽ എസും പിയും ഉണ്ടാവും. M ഷെല്ലിൽ എസും പിയും ഡിയും ഉണ്ടാവും. അടുത്ത ഷെല്ലിൽ N ഷെല്ലിൽ S, P, D and F ഇത് 4 ഉണ്ടാവും. അപ്പോൾ ഓരോ ഷെല്ലിലും സബ് ഷെല്ലുകളാണ് നമ്മൾ പറഞ്ഞത്. ഇത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല.
ഷെല്ലിൻ്റെ നമ്പർ കെ ഷെല്ല് അല്ലെങ്കിൽ ഷെൽ നമ്പർ 1 ആകുമ്പോൾ കെ ഷെല്ലാണ്, അതിൽ സബ് ഷെല്ല് എസ് മാത്രം. എൽ ഷെല്ലിൽ എസും പിയും, അടുത്തിൽ എസും പിയും ഡിയും, അടുത്ത എസ് പി ഡി എഫ്. ഇനി ഫിഫ്ത്ത് ഷെല്ലുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ ഉണ്ടാവും? എസ് പി ഡി എഫ് ജി ഉണ്ടാവും. തിയററ്റിക്കലി നമ്മൾ ജി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അതും വേണമെങ്കിൽ അത് ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ നമുക്ക് ജീനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അധികം ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് എസും പിയും ഡിയും എഫും പഠിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഈ സബ്ഷെല്ലുകൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നാണ് നമുക്കിവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഷെല്ലിൻ നമ്പർ ഉണ്ട്, നമുക്കറിയാമല്ലോ ഷെൽ നമ്പർ. ഇപ്പോൾ ഷെൽ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കെ ഷെല്ലാണിത്, ഇത് എൽ ഷെല്ലാണ്, ഇത് എം ഷെല്ലാണ്, ഇത് എൻ ഷെല്ലാണ്. ഓക്കെ, കെ ഷെല്ലിൽ ഏതെല്ലാം ആണ് ഉണ്ടാവുക? കെ ഷെല്ലിൽ സബ് ഷെല്ല് ഏതൊക്കെ ഉണ്ടാവുക? എസ് മാത്രമേ ഉള്ളൂ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. എന്നാൽ എൽ ഷെല്ലിൽ എന്തുണ്ടാവും? എസ് ഉണ്ടാകും, പി ഉണ്ടാവും. ഇവിടെയാണെങ്കിലോ എസും പിയും ഡിയും ഉണ്ടാവും അല്ലേ. ഫോർത്തിൽ എന്താണ്? എസ് പി ഡി എഫ്. അപ്പോൾ നോക്കാം, ഇതിൽ കെ ഷെല്ലിൽ എസ് ഉണ്ട്, എൽ ഷെല്ലിലും എസ് ഉണ്ട്, എമ്മിലും ഉണ്ട്, എന്നിലുണ്ട്. എല്ലായിടത്തും ഉള്ള കോമൺ ആയിട്ട് കാണുന്ന പിന്നെ സബ് ഷെല്ല് ഏതാണ്? എസ് ആണ് അല്ലേ, എസ് അല്ലേ. ഓക്കെ, ഇവിടെ എസ്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് മാറിപ്പോകുമല്ലോ. അപ്പോൾ എങ്ങനെ ഓരോ എസ്സും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് നമുക്കെന്ത് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ കെ ഷെല്ലിലെ ഷെൽ നമ്പർ 1ലെ എസ്സിന് നമ്മൾ 1s എന്നാണ് പറയുക. ഓക്കെ, എന്താ പറയുക? 1s എന്ന് പറയും. ഓക്കെ, ഇനി ഷെൽ നമ്പർ 2ലുള്ള എസ് സബ് ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് 2s എന്നായിരിക്കും. പീനെ വിളിക്കുന്ന പേര് 2p എന്നാണ്. ഓക്കെ, ഇനി ഷെൽ നമ്പർ 3 നോക്കാം. ഷെൽ നമ്പർ 3 അതിലും എസും പിയും ഡിയും ഉണ്ടല്ലോ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിനും പറയുന്ന പേര്, ഇതിനെ 3s എന്ന് പറയാം, ഇതിനെ 3p എന്ന് പറയാം, ഡീനാകുമ്പോൾ 3d എന്ന് വിളിക്കും. ഇവിടെ എന്ത് പറയാം നമുക്ക്? ഇത് 4 ആണ്, 4s, 4p, 4d, 4f. റൈറ്റ്, ഇതാണ് നമ്മൾ സബ് ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്ത രീതി. സബ് ഷെല്ലിൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്: 1s, 2s, 2p, 3s, 3p, 3d, പിന്നെ 4s, 4p, 4d, 4f. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ സബ് ഷെൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി ഷെല്ലിലെയും സബ് ഷെല്ലിലെയും ഇലക്ട്രോൺസുകളുടെ എണ്ണം മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബോർ മോഡലിൻ്റെ ഭാഗവും മോഡേൺ അറ്റോമിക് മോഡലും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്, ഒരു മാച്ചിങ്. എത്രമാത്രം അത് രണ്ടും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കണമല്ലോ അല്ലേ, രണ്ടിലും ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. അതെങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അടുത്ത് നോക്കണം. നമ്മൾ നോക്കട്ടോ, ഇവിടെ ഷെൽ നമ്പർ കൊടുത്തിട്ടുണ്ട് 1, 2, 3, 4. അപ്പോൾ അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ KLMN നമുക്ക് എഴുതാമല്ലോ. ഇതെന്താണ്? ദിസ് ഈസ് കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. ഓക്കെ, ഇനി ഇതിൽ നമുക്കറിയുന്ന കാര്യമാണ് കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32. 2n² എന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അറിയുന്ന വളരെ ഫണ്ടമെൻ്റായിട്ട് നമുക്ക് അറിയുന്നൊരു കാര്യമാണിത്, ഈ ഇലക്ട്രോൺസുകളുടെ എണ്ണം. ഇനി സബ് ഷെല്ലുകൾ എന്താണ്? ഇവിടെ എന്താ സബ് ഷെല്ലിൽ 1s ഉണ്ട്. അപ്പോൾ കെ ഷെല്ലിൽ 1s മാത്രമേ ഉള്ളൂ. കെ ഷെല്ലിൽ പി ഓർബിറ്റലുണ്ടോ? ഇല്ല, കെ ഷെല്ലിൽ പി ഓർബിറ്റലില്ല. പി ഓർബിറ്റൽ ഉണ്ടാവണമെങ്കിൽ എൽ ഷെല്ലിലേക്ക് വരണം. അപ്പോൾ അവിടെ എന്തുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട്. ഓക്കെ, നമുക്കിതിൽ ഓരോന്നിലെയും ഇലക്ട്രോൺസുകളുടെ എണ്ണം എഴുതി നോക്കാമല്ലോ. ഓക്കെ, എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ എസ് സബ് ഷെല്ലിൽ ഇലക്ട്രോൺസുകളുടെ എണ്ണം എത്രയാണ്? ഇലക്ട്രോൺസുകളുടെ എണ്ണം എസ് സബ് ഷെല്ലിൽ എത്രയാണ്? എസ് സബ് ഷെല്ലിൽ 2 ആണ്. 2 ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ 2 എന്ന് എഴുതാം.
ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടേബിളിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. ഓരോ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസുകൾ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ എസ് സബ്ഷെല്ലാണെങ്കിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവുക. പി സബ്ഷെല്ലാണെങ്കിൽ നമുക്ക് 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഏതാ കണ്ടതല്ലേ? ഡി സബ്ഷെല്ലാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ഡിയിൽ 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. എഫിലാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 14 ഇലക്ട്രോൺസ് ഉണ്ടാവും. നേരത്തെ കണ്ടതാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭാഗമാണിത്. ഓക്കെ, ഇത് 1s ആണെങ്കിലും ഇവിടെ നോക്കാം, ഇത് 1s ആണെങ്കിലും 2 ആണ്, 2s ആണെങ്കിലും 2 ആണ്, 3s ആണെങ്കിലും 2 ആണ്. എസ് സബ്ഷെൽ എവിടെ ഉണ്ടോ അതെല്ലാം ആക്ച്വലി എന്തായിരിക്കും? 2 ഇലക്ട്രോൺസ് മാക്സിമം ഉണ്ടാവുള്ളൂ. പി സബ്ഷെൽ 2p ആണെങ്കിലും 6 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ, 3p ആണെങ്കിലും 6 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. ഏത് പി സബ്ഷെല്ലാണെങ്കിലും 6 ഇലക്ട്രോൺസ് ഈച്ച്. ഡി ആണെങ്കിലോ അവിടെ ഏത് ഡി ആണെങ്കിലും 10 ഇലക്ട്രോൺസ്. എഫ് ആണെങ്കിൽ 14 ഇലക്ട്രോൺസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കാം. ഇനി എൽ ഷെല്ലിലേക്ക് വരാം. എൽ ഷെല്ലാണിത് ആക്ച്വലി. ഷെൽ നമ്പർ 2 എൽ ഷെല്ലാണ്. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺസുകൾ 2s ഉണ്ടാവും നോക്കാം. 2s നമുക്ക് ജസ്റ്റ് നോക്കാം. 2s പറഞ്ഞല്ലോ 2 ഉണ്ടാവാം, 2 ഇലക്ട്രോൺസ്. 2pയിലാണെങ്കിലോ പിയിൽ 6 ഇലക്ട്രോൺസ് അല്ലേ? 2p 6 ഇലക്ട്രോൺസ്. നമ്മൾ ഇത് 2 ആഡ് ചെയ്ത് നോക്കാം. ഇത് രണ്ടുള്ളത് എവിടെയാണ്? രണ്ടുള്ളത് എൽ ഷെല്ലിൽ തന്നെയാണ്. എൽ ഷെല്ലിൽ 2s ഉണ്ട്, 2p ഉണ്ട്. 2s കിട്ടുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2ഉം 2p കിട്ടുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6ഉം ആണ്. അപ്പോൾ 2 + 6 എത്രയാണ്? 8. കണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞു എൽ ഷെല്ലിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 8 ആണ്. ഈ എൽ ഷെല്ലിലുള്ള സബ് ഷെല്ലിൽ ഇലക്ട്രോൺസുകളുടെ എണ്ണം കൂട്ടിയാലും എത്ര കിട്ടും? 8 കിട്ടും. ഇവിടെ നോക്കൂ, ഇവിടെ 2 ആണ്, 1s മാത്രമേ ഉള്ളൂ, ഇവിടെയും 2 ആണ്. ഇത് മാച്ച് ആവുന്നുണ്ടല്ലോ. 2 + 6 = 8. ഓക്കെ, നമുക്ക് എമ്മിലേക്ക് വരാം. എം സബ്ഷെല്ലിലേക്ക് വരാം. എമ്മിൽ ആരൊക്കെയുണ്ട്? എമ്മിൽ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഓക്കെ, ഓരോന്നിൽ എത്ര ഇലക്ട്രോൺസ്? ഇപ്പോൾ എസ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ 2. ഇനി 3pയിൽ എത്ര? പിയിലാണെങ്കിൽ എന്താകും? 6 ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പോൾ 3pയിലും 6 ഉണ്ടാവുള്ളൂ. ഓക്കെ, 3ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡി 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? പ്ലസ് ഇവിടെ എന്തുണ്ടാവും? ഇവിടെ 10 കൊടുക്കാം. ഓക്കെ, ഇത് 3 ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ 2 + 6 + 10 എത്ര ഉണ്ടാവും? 2 + 6 8, 8 + 10 18. നിങ്ങൾ നോക്കുക, ഇത് 3ഉം കൂട്ടിയാൽ നമുക്ക് 18 കിട്ടുന്നില്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണോ പറഞ്ഞത് അതുതന്നെയാണ് ആ ഷെല്ലിനകത്തുള്ള സബ് ഷെല്ലിലെയും ഇലക്ട്രോൺസുകളുടെ എണ്ണം ഉണ്ടാവുക. ക്ലിയർ? അടുത്തത് എന്നിലേക്ക് വരാം. ഇത് 4th ഷെല്ലാണ്. ഷെൽ നമ്പർ 4 ആണ്. അവിടെ ആരൊക്കെയുണ്ട്? 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട്, 4f ഉണ്ട്. ഓരോന്ന് ഇലക്ട്രോൺസ് എണ്ണം നോക്കാം. 4sലാവുമ്പോൾ 2 അല്ലേ? ഇവിടെ ആകുമ്പോഴോ 4pയിലാവുമ്പോൾ 6, 4dയിലാവുമ്പോൾ 10, 4fലാണെങ്കിൽ എഫിൽ നേരത്തെ പറഞ്ഞതാ, എഫിൽ എത്ര ഉണ്ട്? 14 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 14. അപ്പോൾ എത്ര ഉണ്ടാവുക? 2 + ഒന്ന് കൂട്ടി നോക്കാം. 2 + 6 8, 8 + 10 18, 18 + 14 32. ഓക്കെ, അപ്പോൾ ഒരു ഷെല്ലിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോൺസ് അല്ലേ? ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസുകളുടെ എണ്ണവും ആ ഷെല്ലിനകത്തുള്ള ആ സബ്ഷെല്ലുകളുടെ ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. ഓക്കെ, ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വരച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള എല്ലാ ടേബിൾസും നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം, അതൊന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, നമുക്ക് ഇന്നിവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.